സാർ, ഞങ്ങൾ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം നിശബ്ദമായി ഇവിടെ കേട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും കേൾക്കാനുള്ള പ്രാഥമികമായ മര്യാദ അദ്ദേഹം ഇപ്പോ സഭയിൽ 2 ദിവസമായി ലീഡ് ചെയ്യുകയാണ് പ്രതിപക്ഷത്തെ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സഭ ശ്രദ്ധാപൂർവം കേട്ടതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ അങ്ങയുടെ അനുയായികൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കും നന്നായിരിക്കും. സാർ, അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെയും ഈ സഭയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ഇതിനകത്തൊരു ചട്ടം 63 ഉണ്ട്. സാർ, ചട്ടം 63 അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ചട്ടം 63 എന്ന് പറഞ്ഞാൽ സാർ, മന്ത്രിസഭയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം സാർ ഈ പ്രതിപക്ഷം ഈ വെല്ലിലിരുന്നും അവിടെ ഇരുന്നും ആവശ്യപ്പെടുന്നതും അങ്ങിപ്പോ വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെട്ടതും മന്ത്രി രാജിവെക്കണം, മന്ത്രിസഭയ്ക്കകത്തുള്ള അവിശ്വാസം നിങ്ങൾക്ക് ഈ 5 വർഷം സാർ ധൈര്യപൂർവം ഒരു അവിശ്വാസം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? എന്തേ നിങ്ങൾ ഈ നിയമസഭയുടെ ഈ ചട്ടം ഉറപ്പു നൽകുന്ന അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ പോയത്? അതിന് കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തുറന്നു കാട്ടപ്പെടുന്നത് ഭരണപക്ഷമായിരിക്കില്ല, തുറന്നു കാട്ടപ്പെടുന്നത് പ്രതിപക്ഷം മാത്രമായിരിക്കും. സാർ, ഇപ്പൊ അദ്ദേഹം ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഇപ്പൊ 5 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണല്ലോ. സാർ, ഞങ്ങൾ ഈ നിരന്നിരയ്ക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, ഞങ്ങളിൽ ആരുടെയെങ്കിലും പേരിൽ ഈ 5 വർഷത്തെ നിയമസഭയിൽ നിങ്ങൾക്കൊരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുമ്പോ നിങ്ങൾ അധിക്ഷേപിക്കില്ലേ? എന്നാൽ ഈ 5 വർഷം നിങ്ങൾക്ക് ഈ സഭയിൽ ഞങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോയി? കാരണം അങ്ങനെ ഒരു ആരോപണത്തിന്റെ കണിക പോലും ഉണ്ടാകാവുന്ന ഒരു കാര്യവും ഈ മന്ത്രിസഭയ്ക്കകത്ത് ആരും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും ഉറപ്പുള്ളത് കൊണ്ടാണ്. സാർ, ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് സാർ ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് പ്രകടന പത്രികയ്ക്കകത്ത് നൽകിയ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്ന ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടു കൂടിയാണ്. സാർ, ഇവിടെ ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി 5 ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തീകരിക്കുന്ന പ്രഖ്യാപനം നടത്തുകയാണ്. നിങ്ങളുടെ വീടുകളല്ല സാർ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വയനാടിന്റെ മുൻ MP, ഇപ്പോ മറ്റൊരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP, പ്രിയങ്ക ഗാന്ധി എന്ന വയനാടിന്റെ MP, 1 രൂപ അവിടത്തെ വയനാട് ദുരന്തത്തിന് നൽകാൻ കഴിഞ്ഞോ? ഇടതുപക്ഷത്തിന് MP മാർ നൽകിയില്ലേ? 1 രൂപ അവര് നൽകിയോ? നിങ്ങൾ പണം നിങ്ങളിവിടെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വീടിന് വേണ്ടി പിരിച്ച പണം, ആ പണം എവിടെ പോയി? നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പണം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല? അപ്പൊ അങ്ങേയറ്റം നിങ്ങൾക്കെതിരെയാണ് സാർ യഥാർത്ഥത്തിൽ അവിശ്വാസം നിൽക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട നിരുത്തരവാദപരമായി പെരുമാറുന്ന നശീകരണാത്മകമായ പ്രതിപക്ഷമാണ് ഈ നിയമസഭയ്ക്കകത്തുണ്ടായത് എന്ന് നിങ്ങൾ കാണണം. അതുകൊണ്ടാണ് സാർ ഞങ്ങൾക്കെതിരെ ഈ നിയമസഭയുടെ ചട്ടം അംഗീകാരം നൽകുന്ന ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളായി മാത്രം മാറി. സാർ, ജനങ്ങൾ ഇത് കാണും. അദ്ദേഹം പറഞ്ഞല്ലോ, ഹൈക്കോടതി ഞങ്ങൾ വിജിലൻസ് കോടതി പറഞ്ഞത് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. സാർ, ഗവൺമെന്റ് ഞങ്ങൾ പലതവട്ടം സൂചിപ്പിച്ചു, ഈ നിയമസഭയ്ക്കകത്ത് തന്നെ അവതരിപ്പിച്ചു, ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം. ആരാ തന്ത്രിയെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾ BJPക്ക് സംഭാവന ചെയ്ത ഒരാളുണ്ടല്ലോ, KS രാധാകൃഷ്ണൻ. അങ്ങേക്ക് നന്നായിട്ട് അറിയാലോ, നിങ്ങൾ സംഭാവന ചെയ്ത ആളാണല്ലോ KS രാധാകൃഷ്ണൻ. അദ്ദേഹം എന്താ തന്ത്രിയെ കുറിച്ച് പറഞ്ഞത്? ഞങ്ങൾ പറയുന്നു, തന്ത്രി കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലയോ എന്നതിൽ ഗവൺമെന്റിന് അഭിപ്രായമേ ഇല്ല. ഇതിനകത്ത് ആരാണെങ്കിലും കുറ്റക്കാരനാണോ അല്ലയോ എന്നതിലും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സ്വതന്ത്രമായ അന്വേഷണം ഡിവിഷൻ ബെഞ്ച് നടത്തുന്നു. അങ്ങയുടെ അഭിപ്രായത്തിൽ ഹൈക്കോടതിക്ക് മുകളിലുള്ള സുപ്രീം കോടതിയാണോ വിജിലൻസ് കോടതി? അങ്ങനെയാണോ വിജിലൻസ് കോടതി? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം, ഡിവിഷൻ ബെഞ്ചിന്റെ ഓപ്പൺ കോർട്ടിനകത്തുള്ള ഒബ്സർവേഷൻ അല്ല, ഓർഡറിനകത്ത് ഹൈക്കോടതി പറയുന്നു കുറ്റമറ്റ അന്വേഷണം, ശരിയായ വിഷയമുള്ള അന്വേഷണം, കുറ്റപത്രം വെറുതെ കൊടുക്കലല്ല, കുറ്റപത്രം കുറ്റമറ്റ രീതിയിൽ കൊടുക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുമ്പോ അതിന് മുകളിൽ വിജിലൻസ് കോടതിയുടെ പരാമർശം വരുന്നു. അത് എന്താണെന്ന് നോക്കട്ടെ കോടതി, ഹൈക്കോടതി നോക്കട്ടെ.
ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഈ അന്വേഷണ സംഘം വേണ്ട. ഹൈക്കോട്ടെ, ഞങ്ങൾ കൊടുത്ത പേരുകളല്ലല്ലോ, അവർ നിശ്ചയിച്ച പേരുകളല്ലേ. ഹൈക്കോടതി അന്വേഷണ സംഘം പറയുന്നു ഈ അന്വേഷണം തെറ്റാണ്. ഹൈക്കോട്ടെ, പക്ഷെ ഇതുവരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഏറ്റവും ശരിയായ അന്വേഷണം, ഏറ്റവും ശരിയായ രൂപത്തിൽ പോകുന്നു. ഇപ്പോ നിങ്ങൾ ഇവിടെ സാർ, ബഹുമാനായ പ്രതിപക്ഷ മേധാവ് എല്ലാവരും കോടതിയിലേക്ക് ഓടിപ്പോകുന്നവരാണല്ലോ. എന്തേ ഇതിനകത്ത് കോടതിയിൽ പോകാതിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കൊടുത്ത എല്ലാ കേസുകളും നീതിന്യായ പീഠത്തെ വലിച്ചെറിഞ്ഞു കളഞ്ഞ അനുഭവമില്ലേ? K4 ആകാം, അല്ലെങ്കിൽ ക്യാമറയാകാം, ഏത് കേസുകളാണെങ്കിലും പ്രതിപക്ഷ മേധാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചത് ഞങ്ങളല്ല. അവരെ കൊണ്ടിരുത്തിയാൽ നമുക്ക് ചർച്ച ചെയ്യാം. അവരെ കൊണ്ടിരുത്തിയാൽ മതി എന്ന് ചോദിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് സാർ. അപ്പൊ ഇത്രയും കഴിവുകെട്ട പ്രതിപക്ഷം ശരിയായ രൂപത്തിൽ ജനങ്ങൾ നൽകിയ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട വശീകരണാത്മകമായ പ്രതിപക്ഷം കേരളത്തിനെതിരാണ് സാർ. ഇവർ ഞങ്ങൾക്കെതിരല്ല, ഇവർ കേരളത്തിനെതിരാണ്. കേരളത്തിന്റെ എല്ലാ മല്ല പദ്ധതികൾക്കും എതിരാണ്. വയനാടൻ തുരങ്കപാത പറ്റില്ല, ദേശീയപാത വീതി കൂട്ടൽ പറ്റില്ല, വിഴിഞ്ഞം തുറമുഖം പറ്റില്ല, കിഫ്ബി പറ്റില്ല, അതേപോലെ തന്നെ ലൈഫ് പദ്ധതി പറ്റില്ല. എല്ലാത്തിനെയും എതിർത്ത വശീകരണാത്മകമായ പ്രതിപക്ഷമാണ്. പാഠപുസ്തകം പാഠപുസ്തകത്തെ കുറിച്ച് പറഞ്ഞത് എന്തിനാണ് പാഠപുസ്തകം? ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല പറയാണ് എന്തിനാണ് ഈ പേപ്പർ കമ്പനി ഏറ്റെടുത്തത്? അത് കേന്ദ്രം അടച്ചുപൂട്ടിക്കൂടെ? ഇങ്ങനെയുള്ള ഈ പ്രതിപക്ഷം കേരള സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇടമില്ലാത്തവരായി മാറാൻ പോകുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു.